നമ്മുടെ സംസ്ഥാനത്ത് 1184 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗമുക്തി നേടിയത് 784 പേരാണ്. ഇന്ന് 7 മരണം കോവിഡ് കാരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളം നായരമ്പലം സ്വദേശി 54 വയസ്സുള്ള ഗ്രേസി ഷൈനി, മലപ്പുറം പള്ളിക്കൽ 52 വയസ്സ് നഫീസ, കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി 64 വയസ്സുള്ള അബൂബക്കർ, തിരുവനന്തപുരം മാറനല്ലൂർ സ്വദേശി 50 വയസ്സുള്ള ജമ, കൊല്ലം മൈലക്കാട് ദേവദാസ് 45 വയസ്സാണ്, കാസർഗോഡ് നീലേശ്വരം 68 വയസ്സുള്ള മുഹമ്മദ് കുഞ്ഞി, വയനാട് കൽപ്പറ്റയിലെ 65 വയസ്സുള്ള അലവിക്കുട്ടി. ഇത്രയും ആളുകളാണ് ഇന്ന് മരണമടഞ്ഞത്. ഇവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. 956 പേർക്കാണ് ഇന്ന് സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധ. അതിൽ ഉറവിടം അറിയാത്തത് 114, വിദേശത്ത് നിന്ന് 106 പേർ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 73 പേർ, ഹെൽത്ത് വർക്കർമാർ 41 പേരുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനകം 20,583 പരിശോധനകളാണ് നടന്നത്. ജില്ലകളിൽ പോസിറ്റീവായവരുടെ കണക്ക്: മലപ്പുറം 255, തിരുവനന്തപുരം 200, പാലക്കാട് 147, കാസർഗോഡ് 146, എറണാകുളം 101, കോഴിക്കോട് 66, കണ്ണൂർ 63, കൊല്ലം 41, തൃശ്ശൂർ 40, കോട്ടയം 40, വയനാട് 33, ആലപ്പുഴ 30, ഇടുക്കി 10, പത്തനംതിട്ട 4. മലപ്പുറമാണ് ഇന്ന് കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. കരിപ്പൂർ വിമാന ദുരന്തത്തിൽ പരിക്കേറ്റ 109 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട്. 82 പേർ കോഴിക്കോട്, 27 പേർ മലപ്പുറത്ത്. ഇങ്ങനെയാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 23 പേർ ഗുരുതരാവസ്ഥയിലാണ്, 3 പേർ വെന്റിലേറ്ററിലാണ്, 81 പേർ സുഖം പ്രാപിച്ചു വരികയാണ്. വിമാന ദുരന്തത്തിൽ ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർ കോവിഡിൻ്റെ സാഹചര്യത്തിൽ സ്വയം നിരീക്ഷണത്തിൽ പോയവരുണ്ട്. എല്ലാവരും സ്വയം നിരീക്ഷണത്തിൽ നിൽക്കുന്നതാണ് നന്നാവുക. രാജമല പെട്ടിമുടി ദുരന്തത്തിൽ ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ 5 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. മരണമടഞ്ഞവരുടെ എണ്ണം 48ആയി. ഇന്ന് കണ്ടെത്തിയത് 14 വയസ്സുള്ള വിനോദിനി, 12 വയസ്സുള്ള രാജലക്ഷ്മി, 32 വയസ്സുള്ള പ്രതീഷ്, 58 വയസ്സുള്ള വേലുത്തായി. ഒരാളെ തിരിച്ചറിയാനുണ്ട്. 43 പേരെ ഇന്നലെ കണ്ടെടുത്തിരുന്നു. 22 പേരുടേത് കണ്ടെത്താനുണ്ട്. കനത്ത മഴയ്ക്ക് ശമനമായിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ദേശീയ ദുരന്ത നിവാരണ സേന,
സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ഫയർഫോഴ്സ്, പോലീസ് തുടങ്ങിയ വിവിധ സർക്കാർ ഏജൻസികൾ ഊർജിതമായി രംഗത്തുണ്ട്. വനപാലകരും വനംവകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ദ്രുതകർമ്മ സേനയും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. പെട്ടിമുടി ആറിൻ്റെ ഇരുവശങ്ങളിലുമുള്ള 16 കിലോമീറ്റർ വിസ്തൃതിയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളിൽ ഇന്നലെ 2800 കോവിഡ് പരിശോധനകളാണ് നടത്തിയത്. ഇതിൽ 288 എണ്ണം പോസിറ്റീവായി. കള്ളിക്കാട്, വെള്ളറട, നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി ഈ ലിമിറ്റഡ് ക്ലസ്റ്ററുകൾ ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളായി മാറാനുള്ള സാഹചര്യം മുന്നിൽ കണ്ട് 3 ഇടങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. സമ്പർക്ക വ്യാപന കേസുകൾ വർദ്ധിക്കുന്ന തിരുവനന്തപുരം റൂറൽ ജില്ലയിൽ സാമൂഹ്യ അകലം പാലിക്കുന്നതുൾപ്പെടെയുള്ള സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം പകരുന്നതിന് ദക്ഷിണമേഖല പോലീസ് IG ഹർഷിത അത്തല്ലൂരിക്ക് പ്രത്യേക ചുമതല നൽകിയിട്ടുണ്ട്. മാസ്ക് ധരിക്കുന്നതുൾപ്പെടെയുള്ള സുരക്ഷാ മാർഗങ്ങൾ പ്രചരിപ്പിക്കുന്നതിനാണ് ഇവർ നേതൃത്വം നൽകുക. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് റൂറൽ, കോഴിക്കോട് സിറ്റി, പാലക്കാട്, വയനാട്, തൃശ്ശൂർ സിറ്റി, എറണാകുളം റൂറൽ ഇവിടങ്ങളിൽ സാമൂഹ്യ അകലം പാലിക്കൽ ഉൾപ്പെടെയുള്ള ആരോഗ്യ സുരക്ഷാ പ്രോട്ടോക്കോൾ തൃപ്തികരമായി നടപ്പിലാകുന്നുണ്ട്. ഇക്കാര്യത്തിലുള്ള എല്ലാ ജില്ലകളിലെയും പ്രവർത്തനം വിലയിരുത്താനും പുതിയ നിയന്ത്രണ രീതികൾക്ക് രൂപം നൽകാനുമായി IG-മാർ, DIG-മാർ, ജില്ലാ പോലീസ് മേധാവിമാർ എന്നിവരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. തീരദേശത്ത് കോവിഡ് ബാധ പടരുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വിവിധ വിഭാഗങ്ങളുടെ ഏകോപനത്തിനുമായി IG S. ശ്രീജിത്തിനെ നിയോഗിച്ചു. കോസ്റ്റൽ പോലീസ് അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യും. കോവിഡ് രോഗബാധ തടയുന്നതിന് ജനങ്ങൾ സ്വയം നിരീക്ഷണം നടത്തി ആവശ്യമായ നിയന്ത്രണങ്ങൾ സ്വയം ഏർപ്പെടുത്തുന്ന നെയ്ബർഹുഡ് വാച്ച് സിസ്റ്റം ജനമൈത്രി പോലീസിൻ്റെ സഹായത്തോടെ സംസ്ഥാനത്താകെ നടപ്പാക്കും. ആലപ്പുഴ ജില്ലയിൽ പാണാവള്ളിയിൽ പുതിയ ലിമിറ്റഡ് ക്ലസ്റ്റർ രൂപപ്പെട്ടിട്ടുണ്ട്. വെട്ടക്കൽ, കടക്കരപ്പള്ളി, ചെട്ടിക്കാട് എന്നീ ലാർജ് ക്ലസ്റ്ററുകളിലും രോഗവ്യാപനം തുടരുകയാണ്. എറണാകുളം ജില്ലയിൽ ഫോർട്ട് കൊച്ചി ക്ലസ്റ്ററിലാണ് ഇപ്പോൾ പ്രധാനമായും രോഗവ്യാപനമുള്ളത്. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, പള്ളുരുത്തി, കുമ്പളങ്ങി മേഖലകളിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആലുവ ക്ലസ്റ്ററിൽ രോഗവ്യാപനം കുറഞ്ഞു വരികയാണ്. ക്ലസ്റ്ററിൽ ഉൾപ്പെട്ട കൂടുതൽ സ്ഥലങ്ങളിൽ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് നിലവിൽ നിയന്ത്രണങ്ങളുള്ളത്. മലപ്പുറം ജില്ലയിൽ കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യമാണുള്ളത്. ഇന്നലെ മാത്രം 147 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്നത്തെ ആകെ പുതിയ രോഗബാധ
255. കോഴിക്കോട് ജില്ലയിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ രോഗവ്യാപനമുണ്ട്. 3 ദിവസത്തിനിടെ 36 അതിഥി തൊഴിലാളികൾക്കാണ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട് വലിയങ്ങാടിയും വെള്ളയിലും ക്ലസ്റ്റർ പട്ടികയിൽ ഉൾപ്പെട്ടു. ലോക്ക്ഡൗൺ കാലത്ത് കർണാടക മണ്ണിട്ടടച്ച മാക്കൂട്ടം പാത ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കായി തുറന്നു. ഇവിടെ കോവിഡ് പരിശോധനയ്ക്കും വിവര ശേഖരണത്തിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴയുടെ സാഹചര്യത്തിൽ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയായിരിക്കും വാഹനങ്ങൾക്ക് പ്രവേശനം. കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയുള്ള സമയം തിരഞ്ഞെടുത്ത് ആ സമയത്ത് ചെക്ക് പോസ്റ്റിൽ എത്താവുന്നതാണ്. ചെക്ക് പോസ്റ്റിൽ തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ക്രമീകരണമുള്ളത്. തിരുവനന്തപുരം ജില്ലയിലുണ്ടായ മഴക്കെടുതിയിൽ 37 വീടുകൾ പൂർണ്ണമായും 218 വീടുകൾ ഭാഗികമായും തകർന്നു. 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 583 പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മഴയിൽ ജില്ലയിൽ 5600 പരം കർഷകരുടെ 5875 ഹെക്ടർ കൃഷി നശിച്ചു. നീണ്ടകര അഴീക്കൽ ഭാഗങ്ങളിൽ നിന്നും 15 വള്ളങ്ങളിൽ 55 മത്സ്യത്തൊഴിലാളികൾ കൂടി പത്തനംതിട്ടയിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിനെത്തി. അറിയിപ്പ് ലഭിച്ച ഉടൻ തന്നെ നമ്മുടെ സ്വന്തം സൈന്യം പുറപ്പെടുകയായിരുന്നു. വെള്ളം കയറിയതിനെ തുടർന്ന് 6 ക്യാമ്പുകൾ തുടങ്ങി. 103 കുടുംബങ്ങളിലെ 373 പേരെ മാറ്റിപ്പാർപ്പിച്ചു. പത്തനംതിട്ട ജില്ലയിൽ 6 താലൂക്കുകളിലായി 125 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 1432 കുടുംബങ്ങളിൽ നിന്ന് 4657 പേരെ മാറ്റി താമസിപ്പിച്ചു. 60 വയസ്സിന് മുകളിലുള്ള 400 പേരെയാണ് മാറ്റി താമസിപ്പിച്ചത്. മൂഴിയാർ, മണിയാർ, പമ്പ എന്നീ ഡാമുകളിൽ നിന്നും ജലം ഒഴുക്കി വിടുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ 74 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 1251 കുടുംബങ്ങളിലായി 4449 ആളുകളാണ് ക്യാമ്പിലുള്ളത്. കോട്ടയത്ത് ഇതുവരെ 217 കുടുംബങ്ങളിലെ 5647 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. മീനച്ചിലാറിലും മണിമലയാറ്റിലും കൈവഴികളിലും ജലനിരപ്പ് അപകട നിലക്ക് മുകളിൽ തുടരുന്നു. എറണാകുളം ജില്ലയിൽ ആശങ്കാജനകമായ അവസ്ഥയില്ല. പ്രധാന നദികളിൽ അപകട നിലയിൽ ജലനിരപ്പ് എത്തിയിട്ടില്ല. ചെല്ലാനം മേഖലയിൽ അതിശക്തമായ കടൽക്ഷോഭമാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത്. നിരവധി വീടുകളിൽ വെള്ളം കയറി. പാലക്കാടിൻ്റെ മലയോര മേഖലയിൽ മണ്ണിടിച്ചൽ സാധ്യതയുള്ളതുകൊണ്ട് നെല്ലിയാമ്പതി ചെറുനെല്ലി കോളനിയിലെ 9 കുടുംബങ്ങളിലെ 27 പേരെ അയലൂർ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ ഇന്നലെ മുതൽ മഴയുടെ അളവിൽ ഗണ്യമായ കുറവുണ്ട്. ബാണാസുര സാഗർ, കാരാപ്പുഴ ഡാമുകളിലും സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. 81 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1232 കുടുംബങ്ങളിലെ
4217 അംഗങ്ങളാണ് ഇപ്പോൾ കഴിയുന്നത്. ഇവരിൽ 2312 പേർ ആദിവാസി കുടുംബങ്ങളിൽപ്പെട്ടവരാണ്. 11,000-ലധികം പേരെ ബന്ധുവീടുകളിലേക്കും മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ പൊതുവെ മഴ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്നും നാളെയും ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിതീവ്ര മഴ ലഭിച്ച മലയോര മേഖലയിൽ കുറച്ച് സമയം ശക്തമായ മഴ ലഭിച്ചാൽ തന്നെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ തുടങ്ങിയ ദുരന്തങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മലയോര മേഖലയിൽ ജാഗ്രത തുടരേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇന്ന് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം ഈ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായതോ ശക്തമായതോ ആയ മഴക്കാണ് സാധ്യത. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്ക് പ്രകാരം കേരളത്തിലെ ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് സാധാരണ കിട്ടുന്ന ആകെ മഴ 427 മില്ലിമീറ്ററാണ്. കഴിഞ്ഞ 10 ദിവസം, അതായത് 2020 ആഗസ്റ്റ് 1 മുതൽ 10 വരെ നമുക്ക് കിട്ടിയത് 476 മില്ലിമീറ്റർ മഴയാണ്. അതായത് ഈ മാസം ആകെ കിട്ടേണ്ട മഴയിൽ കൂടുതൽ 10 ദിവസം കൊണ്ട് നമുക്ക് കിട്ടി. ഇത്തരത്തിലുള്ള അതിതീവ്ര മഴ ഓഗസ്റ്റ് മാസത്തിൽ കഴിഞ്ഞ 3 വർഷമായി ആവർത്തിക്കുന്ന സ്ഥിതിയാണുള്ളത്. ജലസേചന, വൈദ്യുതി വകുപ്പുകളുടെ ചില ചെറിയ അണക്കെട്ടുകൾ നിയന്ത്രിതമായ അളവിൽ ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അലേർട്ട് ലെവലിന് താഴെ എത്തിയാൽ അത് അവസാനിപ്പിക്കും. അതുവരെ അണക്കെട്ടുകളുടെ താഴെയുള്ള നദിക്കരകളിൽ താമസിക്കുന്നവർ ജാഗ്രത തുടരേണ്ടതുമാണ്. മഴ മാറിയതോടെ നദികളിൽ ജലനിരപ്പ് കുറയുന്നുണ്ട്. വെള്ളക്കെട്ട് രൂപപ്പെട്ട ഇടങ്ങളിൽ നിന്ന് വേഗത്തിൽ തന്നെ കടലിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന സാഹചര്യമാണുള്ളത്. കേന്ദ്ര ജല കമ്മീഷന്റെ പ്രളയ മുന്നറിയിപ്പ് ആ സംവിധാനത്തിൻ്റെ കണക്ക് പ്രകാരം അച്ചൻകോവിലാർ, മണിമലയാർ, മീനച്ചിൽ ഈ നദികളിലാണ് വാണിംഗ് നിരപ്പിൽ ജലനിരപ്പ് നിൽക്കുന്നത്. ഇവിടങ്ങളിലും ജലനിരപ്പ് താഴുന്ന പ്രവണതയാണ് ഇന്ന് പകൽ കാണിക്കുന്നത്. പൊതുവിൽ സംസ്ഥാനത്ത് അപകടാവസ്ഥ കുറഞ്ഞു വരുന്ന ആശ്വാസമാണുള്ളത്. എങ്കിലും കുറച്ച് ദിവസം കൂടി ജാഗ്രത തുടരണമെന്ന് തന്നെയാണ് നിർദ്ദേശം. മാസ്ക് ധരിക്കാത്ത 5901 സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 2 പേർക്കെതിരെ ഇന്ന് കേസും രജിസ്റ്റർ ചെയ്തു. പ്രളയം നേരിടാൻ സർക്കാർ മുന്നൊരുക്കം ശക്തമായി തുടരുന്നുണ്ട്. തയ്യാറെടുപ്പുകൾ നേരത്തെ മുതൽക്കേ കാര്യമായി നടത്തിയിട്ടുമുണ്ട്. ഉദാഹരണത്തിന്
കുട്ടനാട് മേഖലയാണ് നമുക്കെല്ലാ കാലത്തും ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന സ്ഥലം. പത്തനംതിട്ടയിലും കോട്ടയത്തും മഴ പെയ്താൽ വെള്ളം മുഴുകിയെത്തിയാൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിൽ വലിയ തോതിൽ വെള്ളം കയറുന്ന പ്രശ്നമുണ്ടായിരുന്നു. പമ്പ, അച്ചൻകോവിൽ, മണിമല ഈ നദികളുടെ ജലമാണ് കുട്ടനാട്ടിലെ പ്രളയത്തിൻ്റെ പ്രധാന കാരണം. അതിൽ പമ്പ, അച്ചൻകോവിൽ നദികളിലെ ജലം കടലിലേക്ക് പുറന്തള്ളുന്നത് പ്രധാനമായും തോട്ടപ്പള്ളി സ്പിൽവേ വഴിയാണ്. മുൻവർഷം ജലം കടലിലേക്ക് ഒഴുക്കാൻ 30 മീറ്റർ വീതിയിലാണ് പൊഴി മുറിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ 360 മീറ്റർ വീതിയിൽ പൊഴി മുറിച്ചു, അവിടെ ആഴം വർദ്ധിപ്പിച്ചു. അത് ഇപ്പോൾ ഗുണം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. പമ്പ, അച്ചൻകോവിൽ നദികളിലെ പ്രളയ തീവ്രത ഇത്തവണ ഗണ്യമായി കുറഞ്ഞു. പമ്പ റിവർ ഗേജിംഗ് സ്റ്റേഷൻ ആയ ഇറപ്പുഴയിൽ 2018 മഹാപ്രളയ സമയത്ത് ഉണ്ടായിരുന്ന ജലനിരപ്പിനേക്കാളും 8 അടിയോളം കുറവുണ്ടായിട്ട് പോലും അന്നൊഴുകിയ നിരക്കിൽ തന്നെയാണ് തോട്ടപ്പള്ളിയിലൂടെ ഇപ്പോൾ ജലം ഒഴുകുന്നത്. എന്നാൽ മണിമലയാറിൽ വെള്ളം ഉയർന്നതുമൂലം ചിലയിടങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. നമുക്ക് അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ച് കൂടുതൽ നടപടികൾ സ്വീകരിക്കാനുണ്ട്. അതുപോലെ വയനാട് ജില്ലയിലും ഇത്തരം ചില പദ്ധതികൾ നടപ്പിലാക്കി. 4.5 കോടി രൂപ ചെലവിട്ട് നദികളും തോടുകളും എല്ലാം വൃത്തിയാക്കി ആഴം കൂട്ടി. അതുകൊണ്ട് തന്നെ വെള്ളം കൂടുതൽ കെട്ടിനിൽക്കുന്ന സാഹചര്യം ഇത്തവണ അധികം ഉണ്ടായില്ല. ഭൂരിഭാഗമിടങ്ങളിലും ഇത്തരം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. റൂം ഫോർ പമ്പ, റൂം ഫോർ വേമ്പനാട് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ഇന്ന് രാവിലെ പ്രധാനമന്ത്രിയുടെ വീഡിയോ കോൺഫറൻസ് ഉണ്ടായിരുന്നു. വെള്ളപ്പൊക്കത്തെ നേരിടാൻ 10 NDRF കമ്പനികളെ കേരളത്തിലേക്ക് അയച്ചതിനും ഇടുക്കി രാജമലയിൽ ഉരുൾപൊട്ടലുണ്ടായിടത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് NDRF നൽകിയ സഹായത്തിനും കരിപ്പൂരിലുണ്ടായ വിമാനാപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലഭ്യമാക്കിയ സഹായ സഹകരണങ്ങൾക്കും പ്രധാനമന്ത്രിയോട് നന്ദി രേഖപ്പെടുത്തി. കേരളത്തെ സംബന്ധിക്കുന്ന നിരവധി വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു. സാങ്കേതികവിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തി ജല കാലാവസ്ഥാ വകുപ്പുകളും നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്ററും ഏകോപിതമായി കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതുവരെയുള്ള അനുഭവം വെച്ച് ഇത്തവണത്തെ കാലവർഷക്കെടുതിയുടെ കാഠിന്യം കുറവാണെങ്കിലും തുടർച്ചയായ 3-ാം വർഷമാണ് കേരളത്തിൽ ദുരന്തമുണ്ടാകുന്നത്. ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിതീവ്ര മഴയെ നേരിടാൻ സാധ്യമായ എല്ലാ മുൻകരുതലുകളും തയ്യാറെടുപ്പുകളും സംസ്ഥാനം നടത്തിയിട്ടുണ്ട്.
കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, വയനാട്, ഇടുക്കി ഇവിടങ്ങളിലാണ് അതിൻ്റെ ആഘാതം ഏറ്റവും അധികം അനുഭവപ്പെടുന്നത്. അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് 686 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അവയിൽ 6967 കുടുംബങ്ങളിലെ 27,830 ആളുകളെ പാർപ്പിച്ചിട്ടുണ്ട്. ഡാമുകളിലെ ജലനിരപ്പ് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് വേണ്ട മുന്നറിയിപ്പുകൾ നൽകുന്നുമുണ്ട്. ഇന്നലെ രാത്രി 10 മണിക്ക് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 136 അടിയായിരുന്നു. തമിഴ്നാട്ടിലെ വൈഗൈ ഡാമിലേക്കുള്ള ടണലിലൂടെ പരമാവധി വെള്ളം വലിച്ചെടുക്കണമെന്നും മുല്ലപ്പെരിയാറിൽ നിന്ന് താഴേക്കൊഴുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കഴിവതും കുറക്കണമെന്നും കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി തമിഴ്നാട് ചീഫ് സെക്രട്ടറിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പമ്പാ നദിയിൽ ഉൾപ്പെടെ അടിഞ്ഞുകൂടിയ എക്കൽ നീക്കം ചെയ്തുകൊണ്ട് നീരൊഴുക്ക് സുഗമമാക്കുന്നതിനും അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നത് തടയുന്നതിനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ദീർഘകാലാടിസ്ഥാനത്തിൽ പരിസ്ഥിതി സൗഹൃദ വാസസ്ഥലങ്ങൾ മിഷൻ മോഡിൽ അവിടങ്ങളിൽ ഒരുക്കുകയാണ്. ഏതെങ്കിലും മനുഷ്യ ഇടപെടലിൻ്റെ ഫലമായല്ല അവിടെ ഉരുൾപൊട്ടലുണ്ടായത്. ഇത്തരമൊരു ദുരന്തമുണ്ടാകാൻ സാധ്യതയുള്ള ഇടമായി അവിടം കണക്കാക്കപ്പെട്ടിരുന്നില്ല. ഇതും പ്രധാനമന്ത്രിയെ അറിയിച്ചു. കോവിഡ്-19 പ്രതിരോധിക്കാൻ ഏറ്റവും മികച്ച ഇടപെടലുകളാണ് സംസ്ഥാനം നടത്തുന്നത്. ഇപ്പോഴുള്ള 25% എന്ന പരിധി ഒഴിവാക്കി കോവിഡ് പ്രതിരോധത്തിനായി നിബന്ധനകളില്ലാതെ SDRFൽ നിന്ന് തുക ഉപയോഗിക്കാൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടെസ്റ്റിംഗ്, ക്വാറന്റൈനിങ് എന്നിവ ഒരുക്കുന്നത് ഭാരിച്ച സാമ്പത്തിക ബാധ്യതയാണ് സംസ്ഥാനങ്ങൾക്കുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉദാരമായ സഹായം കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വെള്ളപ്പൊക്കമുണ്ടായിട്ടുള്ളത്. ഈ മഹാമാരിയോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് വലിയ ആഘാതമാണ് ഇപ്പോഴത്തെ മഴക്കെടുതി ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ സമഗ്രമായി വിലയിരുത്തി വിശദമായ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കാമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ലൈഫ് മിഷൻ പുതിയ ലിസ്റ്റിൽ പേർ രജിസ്റ്റർ ചെയ്യുന്നതിന് ഓഗസ്റ്റ് 14 വരെയായിരുന്നു സമയം നിശ്ചയിച്ചിരുന്നത്. കോവിഡിൻ്റെ സാഹചര്യത്തിൽ പല സ്ഥലങ്ങളും കണ്ടെയ്ൻമെൻ്റ് ആയിട്ടുള്ളതിനാലും മഴക്കെടുതി മൂലവും അപേക്ഷ കൊടുക്കുന്നതിനുള്ള തീയതി ഓഗസ്റ്റ് 27 വരെ നീട്ടിയിട്ടുണ്ട്. സർക്കാർ കോളേജ് അധ്യാപക സംഘടനയായ AKGCTയുടെ തിരുവനന്തപുരം, കൊല്ലം ജില്ലാ കമ്മിറ്റികൾ ചേർന്ന് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുന്നതായി അതിനായി 2,66,750 രൂപ അതത് കോർപ്പറേഷനുകൾക്ക് കൈമാറിയിട്ടുണ്ട്. കാസർഗോഡ് രാവണേശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ PTA സ്പോൺസർഷിപ്പ് വഴി 32 വിദ്യാർത്ഥികൾക്ക് TV വിതരണം ചെയ്തു.
കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ദുരിതാശ്വാസ നിധിയിലേക്ക് 65,51,613 രൂപ നൽകി. ഇത് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ സംഭാവനയുടെ കണക്കാണ്. AIYF തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി 6,65,500 രൂപ. LIC ക്ലാസ് 1 ഓഫീസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ല 3 ലക്ഷം രൂപ. ബാലസംഘം ഒഞ്ചിയം ഏറിയ കമ്മിറ്റി ചോറോട് നെല്ലിയങ്കര യൂണിറ്റ് കമ്മിറ്റി 1,89,656 രൂപ. പെരിന്തൽമണ്ണയിലെ സഖാവ് മൂസക്കുട്ടി സഖാവ് RN മനണി ചാരിറ്റബിൾ ട്രസ്റ്റ് 1,67,150 രൂപ. AIYF തൃശൂർ മണ്ഡലം കമ്മിറ്റി 1,20,000 രൂപ. CPIM മടിക്കൈ സൗത്ത് ബംഗളം ലോക്കൽ കമ്മിറ്റി ശില്പങ്ങൾ ലേലം ചെയ്തും ബിരിയാണി ഫെസ്റ്റ് സംഘടിപ്പിച്ചും ലഭിച്ച 1,01,222. AIYF ചാഴൂർ വില്ലേജ് കമ്മിറ്റി 1 ലക്ഷം രൂപ. OPAC ഒഞ്ചിയം 40,110 രൂപ. ദേശാമാനി വായനശാല വെസ്റ്റ് വെങ്ങോല 35,000 രൂപ. പാലിയേറ്റീവ് കെയർ ഡ്രൈവേഴ്സ് യൂണിറ്റ് തിരുവനന്തപുരം ജില്ല 30,000 രൂപ. കണ്ണൂർ ചെമ്പന്തൊട്ടി ചെറുപുഷ്പം UP സ്കൂൾ പ്രഥമാധ്യാപകനായി വിരമിച്ച ലാസർ പെൻഷൻ തുക 30,351 രൂപ. R രാധാകൃഷ്ണൻ പരിഷത്ത് ഭവൻ 30,000 രൂപ. പെർളശ്ശേരി റിജോയ്സ് V രാധ ടീച്ചർ പെൻഷൻ തുക 25,000 രൂപ. 3 സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ചേരിക്കൽ 25,000 രൂപ. പെരിന്തൽമണ്ണയിലെ PT അരുൺകുമാർ സാംസ്കാരിക സമിതി 25,000 രൂപ. ഗ്രാമീണോദയം പബ്ലിക് ലൈബ്രറി മുറിവിലങ് 25,500 രൂപ. യുവത കലാസമിതി കരിമനപ്പാലം 24,310 രൂപ. പരിയാരം പ്രതിഭാ ക്ലബ്ബ് 15,000 രൂപ. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് കൈമാറാനുള്ളത്. CM പെട്ടിമുടിയിൽ CM സന്ദർശിക്കാത്തതിനെതിരെ കേന്ദ്രമന്ത്രി V മുരളീധരൻ അടക്കം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കോഴിക്കോട് പോയ താങ്കൾ എന്തുകൊണ്ട് അവിടെ പോയില്ല എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. വരും ദിവസങ്ങളിൽ CM അങ്ങോട്ട് പോകാൻ വേണ്ടി ആലോചിക്കുന്നുണ്ടോ? അല്ല, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണല്ലോ. അത് സ്വാഭാവികമായിട്ട് ഞാൻ അവിടെ എത്തണമെന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. സാധാരണ പറയാവുന്നൊരു കാര്യം തന്നെയാണ്. ഞാനതിൻ്റെ മറ്റു കാര്യങ്ങൾ ഇന്നലെയെല്ലാം പറഞ്ഞതുമാണ്. ഞങ്ങളുടെ വാർത്താ സമ്മേളനങ്ങൾക്ക് വരുന്നത് അങ്ങ് പറയുന്നത് കേൾക്കാനും അങ്ങയോട് ചോദിക്കാനുമാണ്. പക്ഷെ ഞങ്ങളിവിടെ ചോദിക്കുന്ന കാര്യങ്ങൾ അങ്ങയുടെ മറുപടി എടുത്ത് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് മാധ്യമങ്ങളെ മുഖ്യമന്ത്രി നശിപ്പിച്ചു, അത് പറഞ്ഞു വലിയ സൈബർ ഇടങ്ങളിൽ അങ്ങയുടെ ആരാധകർ അവകാശപ്പെടുത്തുന്ന വലിയ ആക്രമണം നടത്താറുണ്ട്. അത് തെറ്റ് പറയുന്നില്ല. അങ്ങയെ ആഘോഷിക്കുന്ന അവരുടെ ആഗ്രഹവും അവകാശമായിരിക്കാം. പക്ഷേ അങ്ങയുടെ ചോദ്യം ചോദിക്കുന്നവരെ, അവരുടെ കുടുംബാംഗങ്ങളെ വളരെ മോശപ്പെട്ട രീതിയിൽ ഏറ്റവും മ്ലേച്ഛമായ ഭാഷയിൽ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുകയാണ് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് കാണുന്നത്. ഇവിടെ ഞങ്ങളുടെ സഹപ്രവർത്തകർ തെറ്റെന്ന് പറയുന്നത് അങ്ങയുടെ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് മാത്രമാണ്. അങ്ങയുടെ ശ്രദ്ധക്കാരെ പെട്ടായിരുന്നു. എന്ത് നടപടിയാണ് സർക്കാർ ഇക്കാലത്ത് സ്വീകരിക്കുക? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതായാലും ആരോഗ്യകരമായ സംവാദം ഏത് തരത്തിലും നടക്കട്ടെ എന്നുള്ളത് മാത്രമേ എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളൂ. അനാരോഗ്യകരമായ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതായിട്ടില്ല. അതെ, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അനാരോഗ്യകരമായ കാര്യത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് പൊതുവെ. DGPക്കും CMനും ഒരു പരാതി നൽകിയിട്ടുണ്ട്. KWJ സംസ്ഥാന കമ്മിറ്റി. എന്റെ കയ്യിൽ പരാതി ലഭിച്ചിട്ടില്ല. അവരെന്ന് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ പരാതി ലഭിച്ചിട്ടില്ല. CM എന്തോ ആയിക്കോട്ടെ, അതിന്റെ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു, അത് സംബന്ധിച്ച് ആളുകൾ വിമർശിക്കുന്നു. അവർക്ക് അങ്ങനെ വിമർശിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ടാകും. പക്ഷേ വ്യക്തിപരമായി ഇവരെയൊക്കെ വേർതിരിച്ച് ആക്രമിക്കുക എന്നത്
പ്രത്യേകിച്ച് നിങ്ങൾ കാണേണ്ടത്, ഞാനിവിടെ പത്രസമ്മേളനത്തിൽ നിങ്ങളെ ആരെയും വ്യക്തിപരമായി പറഞ്ഞിട്ടില്ല. നിങ്ങളാരെങ്കിലും വ്യക്തിപരമായി എനിക്കെതിരായി തിരിയുന്നവരാണ് എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചിലത് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള മാധ്യമങ്ങളെ പറ്റിയാണത്. മാധ്യമങ്ങളിൽ ചിലതിന് നിക്ഷിപ്ത താല്പര്യമുണ്ട്. അത് വെച്ച് ചില നിലപാടുകൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ പറഞ്ഞത്, നിങ്ങളോട് പറയുന്നവർ ആ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതാണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വ്യക്തിപരമായി എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു എന്ന് ഞാനൊരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മാധ്യമങ്ങളെ വിമർശിക്കുന്നു, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ വിമർശിക്കുക, അത് CM-ന്റെ സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെയാണ്. പക്ഷേ CM-ന്റെ പ്രസ് സെക്രട്ടറി പോലും ഇക്കാര്യത്തിൽ വ്യക്തിപരമായി ആളുകളെ ആക്ഷേപിക്കുന്ന നിലയിലേക്കാണ് സോഷ്യൽ മീഡിയ വഴി. അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? എൻ്റെ പ്രസ് സെക്രട്ടറി എന്ന് പറയുന്നയാളും ഒരു മാധ്യമ പ്രവർത്തകനാണല്ലോ. അതിൽ സാധാരണ നിലക്ക് നിങ്ങളെപ്പോലെ തന്നെ ഒരു മാധ്യമ രംഗത്തൂടെ വളർന്നു വന്നയാളാണല്ലോ അദ്ദേഹവും. അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾ തമ്മിൽ സംവാദങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തന്നെ ആരോഗ്യകരമായി സംവദിച്ചു തീർക്കുന്നതാണ് നല്ലത്. മോശമായ ഭാഷയിൽ പദപ്രയോഗത്തിലൊക്കെ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുമ്പോൾ CM അത് കാണുന്നില്ലെന്നാണ് പറയുന്നത്. ഓരോ ചെറിയ ചലനങ്ങളും CM സോഷ്യൽ മീഡിയ അറിയുന്നുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ 2 ദിവസമായി മാധ്യമപ്രവർത്തകർ ഇത്തരത്തിൽ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് CM അറിയുന്നില്ലെന്നാണോ CM പറയുന്നത്? അല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. CM-ന്റെ ഓഫീസ് തലത്തിലുള്ള പങ്കാളിത്തമുണ്ട്. CM-ന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ സൈബർ ഇടത്തിലേക്ക് ആളുകളെ ആക്രമിക്കുന്ന നിർദ്ദേശമെല്ലാം കൊടുക്കുന്നതായി. സൈബർ ആക്രമണം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. സൈബർ ആക്രമണം എന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ച് ആളുകളെ ആക്രമിക്കുന്ന രീതിയാണ്. ആരോഗ്യകരമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് വേറൊന്നാണ്. സംവാദം മറ്റൊന്നാണ്. അഭിപ്രായങ്ങൾ പരസ്പരം വിമർശനപരമായിട്ട് ഉന്നയിക്കുന്നത് അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളീ പറയുന്നത് നിങ്ങൾക്ക് ആക്ഷേപകരമായി തോന്നുന്നത് ഇതിലേത് പട്ടികയിലാണ് പെടുന്നത് എന്ന് നോക്കട്ടെ. സ്ത്രീകളെ അവഹേളിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇടുന്നത് നല്ലൊരു സംവാദം. ഞാൻ പറയേണ്ടത് പറഞ്ഞു. അല്ല, CM മുഖ്യമന്ത്രി അങ്ങ് ഇരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് അങ്ങ് മാധ്യമങ്ങളെ ആക്രമിക്കാൻ അങ്ങയുടെ അണികളോട് ആഹ്വാനം ചെയ്യുന്നതായി പലപ്പോഴും അങ്ങനെ വാർത്താസമ്മേളനങ്ങളിൽ തോന്നുന്നു. അങ്ങ് അത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് കൊണ്ടാണോ അങ്ങയുടെ ഓഫീസ് പോലും ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ വ്യക്തിപരമായ ആക്രമണത്തിൽ വീഴുന്നത്? നിങ്ങൾ കാണേണ്ടത് വസ്തുതകളായി കാണണം. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായി ചിത്രീകരിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് ആ വഴിക്കും പറയണം. നിങ്ങൾ എനിക്കെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നത് ഏതെങ്കിലും ഒരു തവണയല്ല, എത്രയോ കാലമായി. അത് സാധാരണഗതിയിൽ നിലവാരം വിട്ടുള്ള വിമർശനങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും വ്യക്തിപരമായി അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും വിഷമം, പ്രയാസം എൻ്റെ ഭാഗത്തുനിന്നോ ഞങ്ങളുടെ ആളുകളുടെ ഭാഗത്തുനിന്നോ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞങ്ങൾ ശീലിച്ചിട്ടുള്ള അത്തരമൊരു സംസ്കാരമല്ല. നിങ്ങൾ നേരത്തെ എന്നെ വിമർശിച്ചുവെങ്കിൽ, അത് മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് വിമർശിച്ചുവെങ്കിൽ, ഞാനൊരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ മേലെയാണ് എന്ന നിലക്കാണ് ഞാനതിനെ കാണുന്നത്. ഞങ്ങളും അങ്ങനെയാണ് കാണുന്നത്. ഇന്ന് നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെ വിമർശിക്കുന്നുവെങ്കിൽ അത് മുഖ്യമന്ത്രി സ്ഥാനത്തെ കണ്ടുകൊണ്ടുള്ളൊരു വിമർശനമാണ്, മുഖ്യമന്ത്രി സ്ഥാനത്തോടുള്ളൊരു വിമർശനമാണ്. ആ നിലക്കാണ് അതിനെ കാണുന്നത്. പക്ഷേ അതിൽ ചില കാര്യങ്ങൾ ഈ അവസാന തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ചിലരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു വഴിതിരിച്ചുവിടലായപ്പോൾ അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞത്. അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളെന്തെങ്കിലും വിമർശനം ഉന്നയിച്ചു, അതുകൊണ്ട് നിങ്ങളെ കൈകാര്യം ചെയ്ത് കളയാം എന്നൊരു നില ഏത് ഘട്ടത്തിലെടുത്തു എന്നാ? അങ്ങനെ എന്താണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക? അങ്ങനെ ഒരു അനുഭവം ഇല്ല. CM പറഞ്ഞാൽ ശരിയാണ്. മാധ്യമപ്രവർത്തകർ അഭിപ്രായം പറയുന്നു, അതിനോടുള്ള CM-ന്റെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നു. ആരോഗ്യകരമായ ഒരു സംവാദമാണ്. ഒരു മാധ്യമപ്രവർത്തകനാകട്ടെ പൊതുപ്രവർത്തകനാകട്ടെ ഗവൺമെന്റിന്റെ ഉത്തരവനുസരിച്ച് പേറോളിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പറ്റില്ല, രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയാൻ പറ്റില്ല എന്ന് CM പല പ്രാവശ്യം നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. CM-ന്റെ സ്റ്റാഫിലേക്ക് ഒരാൾ എത്തിക്കഴിയുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇടപെടുകയും മാധ്യമപ്രവർത്തകർക്കെതിരെ വ്യക്തിപരമായി വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നിടത്താണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്.
പൊതുജനത്തിന്റെ ശമ്പളം വാങ്ങുന്ന ഒരാൾ നടത്തുന്ന അധിക്ഷേപങ്ങളോ വിമർശനങ്ങളോ അത് ശരിയായ രീതിയാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഈ സംവാദമാണോ, അഭിപ്രായമാണോ, വിമർശനമാണോ, അധിക്ഷേപമാണോ, ആക്ഷേപമാണോ എന്നെല്ലാമുള്ള കാര്യങ്ങൾ പരിശോധിക്കട്ടെ, എന്നിട്ടല്ലേ പറയാൻ പറ്റൂ. പ്രതിപക്ഷ നേതാവ് ചില വിമർശനങ്ങൾ ഇന്ന് ഉന്നയിച്ചിട്ടുണ്ട്. അത് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വിമർശനങ്ങൾക്ക് അദ്ദേഹം ചില പുതിയ കാര്യങ്ങൾ കൂടി, പുതിയ ചില ഇടപാടുകൾ കൂടി നടന്നു, അതിൽ അഴിമതി നടന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിമർശനം. എന്താണ് അതിനെന്തെങ്കിലും ഒരു മറുപടി ഉണ്ടോ? വീണ്ടും നമ്മൾ ആ വഴിക്ക് തന്നെ പോവുകയാണ്. എന്ത് ചെയ്യാനാണല്ലേ? പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കാണുമ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ വിട്ട് പഴയ മുഖ്യമന്ത്രിക്കെതിരെ കൂടി ആരോപണം ഉന്നയിക്കുന്നുണ്ടോ എന്നാണ് തോന്നുന്നൊരു സംശയം. ഇപ്പോൾ RSSകാരൻ്റെ കേസ് പിൻവലിച്ചത് തൻ്റെ വകുപ്പല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ആരുടെ വകുപ്പായിരുന്നു? അപ്പോൾ അതിൽ കാണേണ്ടത് ഈ മുഖ്യമന്ത്രി എന്ന വാക്ക് തന്നെ അദ്ദേഹത്തിന് വല്ല പ്രശ്നവും ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിലൊന്നേ പറയാനുള്ളൂ, എന്നെച്ചാരി അവിടുത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉന്നയിക്കേണ്ടതുണ്ടോ? പ്രതിപക്ഷ നേതാവും സുഹൃത്തുക്കളും ഈ കോവിഡ് കാലത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? കോവിഡ് സ്ഥിതി അറിയിക്കാൻ വാർത്താ സമ്മേളനം നടത്തരുത് എന്നതായിരുന്നില്ലേ ആദ്യത്തെ നിലപാട്? ആരോഗ്യമന്ത്രിയെ പറ്റി എന്തായിരുന്നു പറഞ്ഞത്? ആരോഗ്യമന്ത്രിക്ക് മീഡിയ മാനിയ, അതാരായിരുന്നു പറഞ്ഞത്? അമേരിക്കൻ മാതൃകയിൽ മിറ്റിഗേഷൻ രീതി നടപ്പാക്കണം എന്ന് പറഞ്ഞത് ആരായിരുന്നു? കോവിഡ് പ്രതിരോധത്തിൽ രാജസ്ഥാനെയും തമിഴ്നാടിനെയും മാതൃകയാക്കണം എന്ന് പറഞ്ഞില്ലേ? അപ്പം അത് ആദ്യഘട്ടത്തിൽ കോവിഡ് പ്രതിരോധം പാളിയതുകൊണ്ടായിരുന്നു. 87 ലക്ഷം റേഷൻ കാർഡ് ഉടമകളുടെ വിവരങ്ങൾ അമേരിക്കൻ കമ്പനിക്ക് വിറ്റു എന്ന് പറഞ്ഞില്ലേ? ബ്രിട്ടീഷ് വിപണിയിലെ പൗണ്ടിൻ്റെ മൂല്യം കണക്കാക്കിയാൽ ആ ഡാറ്റയ്ക്ക് എത്ര വില വരും എന്ന് വരെ ആരോപണം ഉന്നയിച്ചില്ലേ? ആഴ്ചകൾക്ക് ശേഷം എന്താ സംഭവിച്ചത്? നിങ്ങൾ തന്നെ ചോദിച്ചു ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന്. താൻ അങ്ങനെ ഉന്നയിച്ചിട്ടില്ലെന്നും ഒരു പത്രം പറഞ്ഞത് കേട്ട് പറഞ്ഞതാണെന്നുമായിരുന്നു മറുപടി. ഇതാണോ പ്രതിപക്ഷധർമ്മം? SSLC +2 പരീക്ഷകൾ നടത്തരുത് എന്ന് മാത്രമല്ല പറഞ്ഞത്, നടത്തുന്നവർക്ക് ഭ്രാന്താണ് എന്നല്ലേ പറഞ്ഞു കളഞ്ഞത്? ആ പരീക്ഷ ഭംഗിയായി നടന്നപ്പോൾ എവിടെയായിരുന്നു ഈ പ്രതിപക്ഷം? സാലറി ചാലഞ്ച് പാടില്ല എന്ന് പറയുക മാത്രമല്ല, അതിനെതിരെ വ്യാപക പ്രചരണവും നടത്തിയില്ലേ? ഇപ്പം ഞാൻ ചില റോഡ് തുറന്നതിനെപ്പറ്റി പറഞ്ഞു. കർണാടകം അതിർത്തി അടച്ചതുമൂലം രോഗികൾ മരിച്ചതിന് ഉത്തരവാദി കേരള സർക്കാരാണ് എന്നല്ലേ പ്രതിപക്ഷം അന്ന് കഥയുണ്ടാക്കിയത്? അതിഥി തൊഴിലാളികളെ കേരളം പട്ടിണിക്കിടുന്നു എന്ന് പറഞ്ഞില്ലേ? ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി കിച്ചണിൽ പ്രതിപക്ഷ നേതാവ് ചെന്ന് നോക്കിയിരുന്നുവെങ്കിൽ അത്തരമൊരു ആക്ഷേപം ഉന്നയിക്കാൻ കഴിയുമായിരുന്നു.
അതോടൊപ്പം തന്നെ ഓർക്കേണ്ട ഒരു കാര്യമാണ് മുഖ്യമന്ത്രി പ്രവാസികളെ അവമാനിക്കുന്നു എന്ന് പറഞ്ഞത്. എന്തായി? ഏതെങ്കിലും ഒരു പ്രവാസിയെ ഇങ്ങോട്ട് വരുന്നതിന് സംസ്ഥാന സർക്കാർ തടസ്സം നിന്നോ? ആരെയെങ്കിലും തടഞ്ഞതായി ചൂണ്ടിക്കാണിക്കാനാകുമോ? ടെക്നോസിറ്റിയിലെ കളിമൺ ഖനനത്തിൽ വൻ കൊള്ളയാണെന്ന് പത്രസമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചു. പ്രതിപക്ഷ നേതാവിനോട് ആ കമ്പനിയുടെ പ്രതിനിധി വിളിച്ച് സംസാരിക്കുന്നതും ഞാനത് റെക്ടിഫൈ ചെയ്യാം എന്ന് പറഞ്ഞതുമെല്ലാം നമ്മളെല്ലാവരും കേട്ടതല്ലേ. ആരാധനാലയങ്ങൾ ആദ്യം തുറക്കണമെന്ന് പറഞ്ഞു, പിന്നീട് അടക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് രണ്ടും ചെയ്താരായിരുന്നു? ബാറുകളും ബിവറേജുകളും അടക്കണമെന്ന് ആദ്യം പറഞ്ഞതും പിന്നീട് തുറക്കണമെന്നാവശ്യപ്പെട്ടതും പ്രതിപക്ഷം തന്നെയല്ലേ. ഇതൊക്കെ ഈ അടുത്ത നാളുകളിൽ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചതാണല്ലോ. അപ്പോൾ പൊയ്വടികൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടേയിരിക്കുക, അതിന് പ്രചരണം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിൻ്റെ വസ്തുതകൾ പുറത്തു വരുമ്പോൾ അല്പം ജാള്യത തോന്നുക. അത് സ്വാഭാവികമായിട്ടുണ്ടാകേണ്ടി വരും. അല്പമെങ്കിലും ജാള്യത തോന്നണ്ടേ? വസ്തുതകൾ പുറത്തു വന്നാലെങ്കിലും മനുഷ്യ സഹജമായി ജാള്യത തോന്നണ്ടേ? ഇതൊക്കെ തുറന്നു കാട്ടാൻ സാധാരണഗതിയിൽ സർക്കാരിന് അവകാശമില്ലേ? അങ്ങനെ തുറന്നു കാട്ടുമ്പോൾ മുഖ്യമന്ത്രിയും സർക്കാരും കോവിഡ് കാലത്ത് രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് വിലപിച്ചതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളും ഞാനും തമ്മിൽ സംവദിക്കുന്നത് കുറച്ച് മാസമായല്ലോ. ഇപ്പോൾ ഈ കോവിഡ് വന്നതിൻ്റെ ശേഷം തുടർച്ചയായിട്ട് സംവദിക്കുകയാണല്ലോ. ആദ്യഘട്ടത്തിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ ഞാനതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക ചെയ്തത്, കാരണം അതിന് മറുപടിയിലേക്ക് പോകണ്ട എന്ന് കരുതിക്കൊണ്ട്. പക്ഷെ പിന്നീട് മറുപടി പറയാതിരിക്കാൻ പറ്റുമോ? ഇത് തന്നെ ഒരു പ്രശ്നമായിട്ട് ആക്ഷേപമായിട്ട് തുടർച്ചയായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുക. ഒരു നുണ ആവർത്തിച്ച് സത്യമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കത്തക്ക അന്തരീക്ഷമുണ്ടാക്കുമ്പോൾ യഥാർത്ഥ വസ്തുത തുറന്നു പറയേണ്ട ബാധ്യതയില്ലേ? അതല്ലേ ചെയ്തത്. അതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണത്തെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു കാര്യമുള്ളത്, ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം നമ്മുടെ പ്രളയ ഫണ്ട് കൃത്യമായി ചെലവഴിക്കുന്നില്ല എന്നും, അതുപോലെ ചില മാധ്യമ റിപ്പോർട്ടുകൾ കണ്ടു കവളപ്പാറയിലും പുത്തുമലയിലും ഒന്നും ആശ്വാസ പ്രവർത്തനങ്ങളിലും എത്തിയിട്ടില്ല എന്നുള്ളത്. അതിനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത്? നമ്മുടെ പ്രളയ ഫണ്ടിൻ്റെ കാര്യത്തിൽ അത് ചെലവഴിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചയും സംസ്ഥാനത്ത് സംഭവിച്ചിട്ടില്ല. കൃത്യമായി പരമാവധി സഹായം ജനങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുത്തുമലയിൽ 17 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. അവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം ധനസഹായം നൽകി. 2 തമിഴ്നാട് സ്വദേശികൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർക്കടക്കം ഈ തുക വിതരണം ചെയ്തു. അവിടെ 96 കുടുംബങ്ങൾക്കാണ് വീട് നഷ്ടപ്പെട്ടത്. ഇതിൽ 44 കുടുംബങ്ങൾക്ക് സ്ഥലം വാങ്ങി വീട് വെക്കാൻ 10 ലക്ഷം രൂപ അനുവദിച്ചു. 52 കുടുംബങ്ങൾ ഒന്നിച്ച് ഒരു കമ്മ്യൂണിറ്റിയായി ജീവിക്കാനാണ് ആഗ്രഹമെന്ന് അറിയിച്ചു. അതിനായി ഹർഷം പദ്ധതി ആവിഷ്കരിച്ചു. അവിടെ മാതൃഭൂമി ചാരിറ്റബിൾ ട്രസ്റ്റ് വാങ്ങിയ 7 ഏക്കർ ഭൂമിയിലാണ് ഇവർക്കുള്ള വീട് നിർമ്മിക്കുന്നത്. സർക്കാർ അതിന് 4 ലക്ഷം രൂപ വീതമാണ് നൽകുക. അതോടൊപ്പം ഒട്ടനവധി സന്നദ്ധ സംഘടനകൾ ചേരുകയാണ്. അവരെല്ലാം കൂടി ചേർന്നുകൊണ്ട്
ഭംഗിയായി അത് പൂർത്തിയാക്കാനാണ് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. കവളപ്പാറയിലെ 59 ജീവനുകളാണ് ആ ദുരന്തത്തിൽ നമുക്ക് നഷ്ടമായത്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായമായി 4 ലക്ഷം രൂപ വീതം നൽകിയിട്ടുണ്ട്. കവളപ്പാറയിലും സമീപ പ്രദേശങ്ങളിലും വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ട്. വീട് നിർമ്മാണം നല്ല രീതിയിൽ പുരോഗമിക്കുന്നുമുണ്ട്. 67 പേർക്ക് സ്ഥലം വാങ്ങി വീട് വെക്കാനുള്ള പദ്ധതി തയ്യാറാക്കി. 6,70,00,000 രൂപ സർക്കാർ അനുവദിച്ചു. ഓരോ ഘട്ടം പിന്നിടുമ്പോൾ പണം കൈമാറുകയാണ് ചെയ്യുന്നത്. 33 കുടുംബങ്ങൾക്ക് ശ്രീ എം എ യൂസഫ് അലി വീട് വെച്ച് നൽകുന്നുണ്ട്. അതിൻ്റെ സ്ഥലത്തിനുള്ള പണം സർക്കാരാണ് നൽകിയത്. വീടിനുള്ള ആദ്യ ഗഡുവും സർക്കാർ കൈമാറിയിട്ടുണ്ട്. മറ്റ് സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും സർക്കാർ മുൻകൈയിൽ അവിടെ വീടുകൾ നിർമ്മിക്കുന്നുണ്ട്. ചിലത് പൂർത്തിയായി കൈമാറിയിട്ടുമുണ്ട്. പോത്തുകല്ല് ചളിക്കൽ കോളനിയിലെ 34 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകി. സർക്കാർ വാങ്ങിയ ഭൂമിയിൽ ഫെഡറൽ ബാങ്കാണ് വീട് നിർമ്മിച്ചത്. സർക്കാർ 1,72,31,500 രൂപ ഇതിനായി ചെലവഴിച്ചു. ഇത്തരം ദുരന്തം നേരിട്ടവരെ സംരക്ഷിക്കുക എന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം, ഇതേ നിലപാടാണ് രാജമലയിലെ അപകടത്തിൻ്റെ കാര്യത്തിലും സർക്കാർ സ്വീകരിക്കുന്നത്. ഇപ്പം ചിലർ തെറ്റിദ്ധരിച്ചുകൊണ്ടോ അല്ലെ ബോധപൂർവ്വം ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചല്ലോ, 10 ലക്ഷം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ ആദ്യം പ്രഖ്യാപിച്ച 5 ലക്ഷം കഴിഞ്ഞ വർഷം കൊടുത്തതിനേക്കാളും കൂടുതൽ ആദ്യ ഗഡുവായിട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. 4 ലക്ഷമല്ല, 5 ലക്ഷമാണ് പ്രഖ്യാപിച്ചത്. 5 ലക്ഷമാണ് കൊടുക്കുന്നത്. എന്നാൽ അതോടെ അത് പൂർണ്ണമായിട്ട് അവസാനിക്കുകയല്ല. ഈ മണ്ണിടിച്ചലും ഉരുൾപൊട്ടലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആ സ്ഥലത്ത് തന്നെ പിന്നീട് വീട് നിർമ്മിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. അപ്പോൾ വീട് നിർമ്മിക്കുന്നതിന് സ്ഥലം കാണേണ്ടി വരും. ആ സ്ഥലം എടുക്കേണ്ടതുണ്ട്, അവിടെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്, പുതിയ വീട് നിർമ്മിക്കേണ്ടതുണ്ട്. ഇത്തരം ആളുകൾക്ക് ഇനി അങ്ങോട്ടുള്ള ജീവസന്ധാരണത്തിന് എന്തൊക്കെ ചെയ്യണം, അതുപോലുള്ള കാര്യങ്ങൾ തുറന്നാലോചിക്കാനാണ് ഇരിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം ആലോചിക്കുമെന്നതാണ് ഇന്നലെയോ അതിന് തലേ ദിവസമോ ഞാൻ പറഞ്ഞ മറുപടിയുടെ ഉള്ളിലുള്ളത്. ഞാൻ അന്ന് വ്യക്തമാക്കിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ആദ്യ ഗഡുവാണ്, മറ്റു കാര്യങ്ങൾ പിന്നീട് ആലോചിക്കുമെന്നുള്ളത്. അത് കഴിഞ്ഞ കാലത്ത് നമ്മുടെ അനുഭവമാണ്. അവരെ അതോടെ കയ്യൊഴിയലല്ല, തുറന്ന് പുനരധിവസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് രാജമലയിലെ കുടുംബങ്ങളുടെ കാര്യത്തിലും നടക്കുക. നേരത്തെ ഈ സൈബർ ആക്രമണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞത് ഇത് പരിശോധിക്കാം എന്നുള്ള രീതിയിലല്ല, ഇത് സംവാദമാണോ വിമർശനമാണോ എന്ന് അങ്ങ് ഇപ്പോഴും സംശയം പ്രകടിപ്പിക്കുകയാണ്. ഈ ഒരു ആക്രമണത്തിന് ഞങ്ങൾ വിധേയമാകുന്നത് അങ്ങയോട് ചോദ്യം ചോദിക്കുന്നതിന്റെ പേരിൽ മാത്രമാണ്. അത് പൊതുജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, അത്തരത്തിലുള്ള സ്വാഭാവികമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ട പേരിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വിധേയമാകുന്നത്. അങ്ങൊരു ശക്തമായ രീതിയിൽ അപലപിക്കാത്തിടത്തോളം കാലം അത്തരത്തിലുള്ള വിമർശനങ്ങൾ തുടരുകയല്ലേ? ഈ സൈബർ ലിഞ്ചിങ്ങിനെതിരെ അങ്ങ് നേരത്തെ വലിയ രീതിയിലുള്ള നിലപാടെടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രി കൂടിയല്ലേ? അല്ല, അത് ഞാൻ നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞു. വീണ്ടും നമ്മൾ അതിലേക്ക് തന്നെ പോകേണ്ടതില്ല. ഞാൻ ആവശ്യമായത്ര വ്യക്തത അതിൽ വരുത്തി കഴിഞ്ഞു. എൻവയോൺമെന്റൽ ഇമ്പാക്ട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ഇതുവരെ നിലപാട് അറിയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഫയൽ അങ്ങയുടെ ഓഫീസിലാണെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയും. എന്നാണ് ഇതിന് മറുപടി നൽകുന്നത്? എന്താണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്? അതിനൊരു ആശങ്കയും വേണ്ട, അത് കൃത്യമായി മറുപടി കൊടുക്കും. നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ മറുപടി കൊടുക്കും. ഇപ്പോൾ ഉള്ളതിനോട് പൊതുവിൽ യോജിക്കുന്ന നിലയല്ല സംസ്ഥാന സർക്കാരിനുള്ളത്.
റെഡ് ക്രസന്റിനെ പറ്റി പറയാനുള്ളത്, ഈ വടക്കാഞ്ചേരിയിൽ റെഡ് ക്രസന്റ് സ്പോൺസർ ചെയ്ത ഭവന സമുച്ചയമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതിലൊക്കെ ചില പേരുകൾ വന്നില്ലേ, അങ്ങനെയുള്ള ചിലർ ഇതിന് സഹായിക്കാറുണ്ട്. ആ ഭവന സമുച്ചയ നിർമ്മാണം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. ഇവിടെ ലൈഫ് മിഷന്റെ 3ാം ഘട്ടത്തിൽ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ കൈവശമുള്ള 217.88 സെന്റ് സ്ഥലത്ത് ഭവന സമുച്ചയത്തിന് DPR തയ്യാറാക്കുന്നതിന് ഹാബിറ്റാറ്റ് ടെക്നോളജിയാണ് ഏൽപ്പിച്ചിരുന്നത്. UAE റെഡ് ക്രസന്റ് അതോറിറ്റി ടീം, അവരുടെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അറ്റീഫ് അൽഫലാഹിയുടെ നേതൃത്വത്തിൽ ഇവിടെ വന്നിരുന്നു. അവർ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർ ഉൾപ്പെടെ ലൈഫ് മിഷൻ ഭൂരഹിത ഭവനരഹിതർക്കായി സർക്കാർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് ഭവന സമുച്ചയം നിർമ്മിച്ച് നൽകുന്നതിന് ഉദ്ദേശിക്കുന്നുവെന്ന് രേഖാമൂലം അറിയിച്ചു. അതിൽ ലൈഫ് മിഷന്റെ ഭാഗമായുള്ള ഭവന സമുച്ചയ നിർമ്മാണത്തിലാണ് അവർ കൂടുതൽ താൽപ്പര്യം പ്രകടിപ്പിച്ചത്. 11/7/2019 ഈ പറയുന്ന റെഡ് ക്രസന്റ് ജനറൽ സെക്രട്ടറി അടക്കം 4 UAE പൗരന്മാരും പിന്നെ ശ്രീ MA യൂസഫ് അലിയും പങ്കെടുത്തിയ യോഗം നടന്നത്. ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിന് 7 ദശലക്ഷം UAE ദിർഹവും ഒരു ഹെൽത്ത് സെന്റർ നിർമ്മിച്ച് നൽകുന്നതിന് 3 ദശലക്ഷം ദിർഹവും അടക്കം മൊത്തം 10 ദശലക്ഷം UAE ദിർഹം സഹായമായി നൽകുന്നതിനുള്ള ഫ്രെയിം വർക്കാണ് MOUവിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഓരോ പദ്ധതിയും എങ്ങനെ നടപ്പാക്കണം അത് സംബന്ധിച്ച് പ്രത്യേക എഗ്രിമെന്റുകൾ വെക്കണമെന്നും MOUവിൽ ഉൾപ്പെടുന്നുണ്ട്. റെഡ് ക്രസന്റ് സംസ്ഥാനത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്ന സഹായം ലൈഫ് മിഷൻ വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കുന്നതിന് ഉദ്ദേശിക്കുന്ന ഭവന സമുച്ചയത്തിന് ഉപയുക്തമാക്കാമെന്നും ഹെൽത്ത് സെന്ററും അവിടെ തന്നെ ആലോചിക്കാമെന്നും ഈ യോഗത്തിൽ തീരുമാനിച്ചു. റെഡ് ക്രസന്റ് പണമായി സംസ്ഥാന സർക്കാരിന് സഹായം നൽകുന്നില്ലെന്നും അവർ തന്നെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടം പണിത് സർക്കാരിന് കൈമാറുന്നതിനാണ് ഉദ്ദേശിക്കുന്നതെന്നും റെഡ് ക്രസന്റ് ജനറൽ സെക്രട്ടറി ആ യോഗത്തിൽ അറിയിച്ചു. സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2019 ആഗസ്റ്റ് മാസത്തിൽ തുടങ്ങി 2020 ആഗസ്റ്റ് മാസത്തിൽ പൂർത്തീകരിക്കാനാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത്. COVID-19 മൂലം പണി അല്പം താമസിച്ചു എന്നത് വസ്തുതയാണ്. 2020 ഡിസംബർ മാസത്തോടെ പൂർത്തീകരിക്കാമെന്നാണ് കരുതുന്നത്. 500 ചതുരശ്ര അടി വിസ്തീർണമുള്ള 140 വീടുകളാണ് ഈ സമുച്ചയത്തിൽ നിർമ്മിക്കപ്പെടുന്നത്. റെഡ് ക്രസന്റുമായി ലൈഫ് മിഷൻ യാതൊരു പണമിടപാടും നടത്തിയിട്ടില്ല. ഏജൻസിയെ കണ്ടുപിടിച്ചതും കരാർ നൽകിയതും അവരുമായി പണമിടപാട് നടത്തിയതുമെല്ലാം റെഡ് ക്രസന്റ് നേരിട്ടാണ്. ഇതേ രീതിയിൽ മറ്റു പല സ്ഥാപനങ്ങളും, ഒട്ടേറെ സ്ഥാപനങ്ങൾ, അതിൽ മാധ്യമ സ്ഥാപനങ്ങൾ വരെയുണ്ട്, നിങ്ങൾ ആലോചിച്ചാൽ ഓർമ്മ വരും, ഇത്തരത്തിൽ വീടുകൾ നിർമ്മിക്കാൻ തയ്യാറാവുകയും ആ പദ്ധതി നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതാണ്
അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനിയിപ്പോൾ ചോദ്യത്തിന് സമയമില്ല, ബാക്കി പിന്നെ ആവാം.